ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ക്രിസ്മസ് ട്രീ മേക്കിങ്ങും അതിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോ ആണേ. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ചാച്ചനെയാണേ. ചാച്ചൻ എന്ന് പറയുന്നത് എൻ്റെ വല്യപ്പച്ചനാണ് കേട്ടോ. ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ നിന്നിട്ടാണ് അണ്ടിൽ 10th. പിന്നെ അങ്ങോട്ട് ഹോസ്റ്റൽ ലൈഫായിരുന്നേ. അപ്പോൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഡിസംബർ 1 എന്നുള്ള ഡേറ്റിൽ ചാച്ചന് നിർബന്ധമാണ് സ്റ്റാർ ഇടണം വീട്ടിൽ. അത് മസ്റ്റാണ്. അത് ചാച്ചൻ ചെയ്യും, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കും. പിന്നെ പുൽക്കൂടും ട്രീയും അത് ക്രിസ്മസ് ആകുമ്പോഴേക്കും റെഡി ആയിരിക്കണം. പുൽക്കൂടിന് ഓൾറെഡി ഒരു കുഞ്ഞു കൂട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് മമ്മിയൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ മുതലുള്ള ഒരു കൂടാണ്. അപ്പം പുൽക്കൂടിന് അത് റെഡിയാണ്. അത് പൊടി തട്ടിയെടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ മതി. ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എവർഗ്രീൻ പ്ലാന്റിലായിരുന്നു. അതിൽ ഡൈറ്റിട്ട് ഡെക്കറേറ്റ് ചെയ്യും. പിന്നെ അങ്കിളും ആൻറ്റിയൊക്കെ ആർട്ടിഫിഷ്യൽ ട്രീ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് തന്നപ്പം പിന്നെ അതിലായി പണി. എല്ലാ വർഷവും അതായി ഡെക്കറേറ്റ് ചെയ്ത് അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം. അപ്പം ഞങ്ങൾ മക്കളോ പേരക്കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു അത് ചെയ്യണം എന്നുള്ളത്. ഞങ്ങൾ വീട്ടിലില്ലായിരുന്ന കാലത്ത് ചാച്ചൻ പണിക്കാരെ കൊണ്ടെങ്കിലും അത് ചെയ്യിപ്പിച്ചിരിക്കും. അപ്പോൾ ചെറുപ്പത്തിൽ അതൊക്കെ മടിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കളിക്കുന്ന സമയം പോവുമല്ലോ, അതുകൊണ്ട്. ഇപ്പം ഞാനത് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ വില മനസ്സിലാവുന്നത്. അന്ന് ചാച്ചൻ അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതുകൊണ്ട് ഇപ്പം ഒരു മടിയും കൂടാതെ നമുക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ട്രീയുടെ ലുക്ക്. അപ്പം ഞാനും എൻ്റെ മക്കളും കൂടെ അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെച്ചു. കെട്ടിയോനുണ്ട് കേട്ടോ. കെട്ടിയോന് ഈ ഒരു കറക്റ്റ് സമയത്ത് പുറത്തേക്ക് എവിടെ പോയിക്കുമായിരുന്നു, അതാണ് വീഡിയോയിൽ ഇല്ലാഞ്ഞ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങൾ ട്രീയും ലൈറ്റുകൾ എല്ലാം ഞങ്ങളിട്ടു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഓസ്ട്രേലിയയിലെ കുഞ്ഞു വീടിൻ്റെ ട്രീ ആൻഡ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ കരോൾ വരുന്നുണ്ടായി. അപ്പോൾ കരോൾ വരുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഇത്രയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത്. റെൻറ്റഡ് ഹോം ആയതുകൊണ്ട് ഒത്തിരി നമുക്കങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമില്ലാത്തത് കൊണ്ടാണ് ഒത്തിരി ഡെക്കറേഷനൊന്നുമില്ല. എങ്കിലും ഞങ്ങൾ ഹാപ്പിയാണേ. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ലൈറ്റും പുൽക്കൂടും ഒക്കെ റെഡിയായി കാണുമായിരിക്കും. പുൽക്കൂടില്ല കേട്ടോ ഞങ്ങൾക്ക്, അതിവിടെ കിട്ടത്തില്ല. താങ്ക് യു.